നാളുകളെല്ലാം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ വിശ്വസ്തനായിരുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓരോ നിമിഷവും ജീവിതത്തിൽ വർണ്ണിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഈ പട്ടണത്തിൽ ഇങ്ങനെ കടന്നു വരുവാനും നിങ്ങളെയൊക്കെയും കാണുവാനും നിങ്ങളോട് ഒരുമിച്ച് 2 ദിവസങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധിപ്പാനൊക്കെയും ദൈവം ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. എനിക്ക് കുറച്ച് സ്റ്റേജ് ഫിയറുള്ള ആളാണ്, എങ്കിലും തരുന്ന അവസരങ്ങൾ പാഴാക്കരുതെന്നുള്ളൊരു ദൈവശബ്ദം കേട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കർത്താവ് നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും വിശ്വസ്തരായിരുന്നു എന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? എല്ലാവർക്കും ബോധ്യമുണ്ട് അല്ലേ? അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവനോടെ ഇവിടെ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ ഒരേ ഒരു കൃപ മാത്രമാണ്. ഞങ്ങൾ ആദ്യം ഓസ്ട്രേലിയയിൽ ഞാൻ കാലുകുത്തിയ സമയത്ത് കർത്താവ് എന്നോട് ഇടപെട്ടൊരു വേദഭാഗമുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ, ചിലപ്പോൾ നിങ്ങൾ അതിൽ നോക്കി ഒത്തിരി മെസ്സേജസ് കേട്ടിട്ടുണ്ടായിരിക്കും. ഫൊർഗറ്റ് എന്നൊരു പദത്തിലൂടെയാണ് കർത്താവ് എന്നോട് സംസാരിച്ചത്. അതിനാധാരമായിട്ട് ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി, ജെനസിസ് ചാപ്റ്റർ 41 വേഴ്സ് 51 ആണ്. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തൻ്റെ ആദ്യ ജാതന് മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രീം എന്ന് പേരിട്ടു. ഒരു വേദഭാഗം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു വേദഭാഗം ഞങ്ങൾ ആദ്യം അവിടെ വന്ന സമയത്ത് ദൈവം വ്യക്തമായിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചു, ഫൊർഗറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു, എന്താണ് ഈ ഫൊർഗറ്റ് എന്നൊരു വേർഡ്? ഫൊർഗറ്റിൻ്റെ മീനിങ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? മറക്കുക എന്നുള്ളൊരു വാക്കാണ്. ഫിലിപ്പിയൻസ് 3:14 ഇങ്ങനെ പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പൗലോസ് പറയാണ്, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. യോസേഫിൻ്റെ ജീവചരിത്രം നമുക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതമാണ്. ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളിലൂടെയും കഷ്ടങ്ങളിലൂടെയും ഒക്കെയും കടന്നുപോയൊരു വ്യക്തിയായിരുന്നു യോസേഫ്. അപ്പോൾ യോസേഫ് പറയാണ്, ആ മനാശെ ആദ്യത്തെ മകൻ ജനിച്ചപ്പം ആ മകന് പേരിടുന്നതിൽ പറയുന്ന ാണ്, എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി. അപ്പം എന്താണ് ഈ മറക്കുക എന്ന് പറഞ്ഞാൽ? അത് മറക്കുന്നതിന് യോസേഫോടെ പറയുന്നുണ്ട്, ദൈവം എന്നെ മറക്കുമാറാക്കിയെന്ന് വളരെ വ്യക്തമായിട്ടവിടെ പറയുന്നുണ്ട്. നമ്മുടെ ജീവിത വഴി യാത്രയിൽ എല്ലാവരും, ചിലരൊക്കെ, അല്ലെങ്കിൽ എനിക്കറിയത്തില്ല ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും സിറ്റുവേഷൻസ്, ഞാൻ ലൈഫിൽ ഒരുപാട് റിജക്ഷൻസിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് 9 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ പിതാവ് എനിക്ക് നഷ്ടപ്പെട്ടു. ഒരു ഹെഡ് നേഴ്സായിരുന്നു ട്രൈബൽ മിഷൻ്റെ ഹോസ്പിറ്റലിൽ. അപ്പം ഞങ്ങൾ 2 പെൺകുഞ്ഞുങ്ങളാണ്, എനിക്കൊരു ചേച്ചിയുണ്ട്. അപ്പം നമ്മുടെ ഈ ജീവിത വഴിയാത്രയിൽ പലപ്പോഴും പല ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. അപ്പം നമുക്കറിയാം, നമ്മുടെ ആ നാട്ടിലെ പശ്ചാത്തലത്തിൽ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ മമ്മിയുടെ സഹോദരങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും കൂടെ ഒക്കെയും മമ്മിയുടെ സഹോദരങ്ങളുടെ മക്കളൊക്കെയും വളർന്നു വരുമ്പോൾ പലപ്പോഴും ഞാൻ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, എൻ്റെ ലൈഫിൽ മാത്രം എന്താ നീ ഇങ്ങനെ ചെയ്തത്? എനിക്ക് മാത്രം എന്താ ഇങ്ങനെ മുറിവ് എന്താ? അപ്പം പേരൻസിൻ്റെ കൂടെ പലപ്പോഴും മമ്മിയുടെ കൂടെ ഒരുമിച്ച് ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വരുമ്പം ഞങ്ങളുടെ വല്യമ്മയുടെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഞാൻ ചോദിച്ചു, അവർക്കൊക്കെ നീ പപ്പയുടെയും അമ്മയുടെയും ഒക്കെ കൂടെ ഒരുമിച്ചുള്ള ഒരു ജീവിതം നീ കൊടുത്തു, എനിക്ക് മാത്രം, അല്ലെങ്കിൽ എൻ്റെ ചേച്ചിക്ക് മാത്രം നീ ഇങ്ങനെയൊക്കെ തന്നു. അപ്പോൾ ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കുമ്പോഴും നമുക്കൊരു പരാതികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളെ ഒത്തിരി പേര് റിജക്റ്റ് ചെയ്ത്, അതായത് പല കസിൻസും നല്ല രീതിയിൽ അവർ ജീവിക്കുമ്പം ആ ഒരു കഷ്ടതയുടെ സമയത്തൊക്കെ നമ്മൾ കടന്നു പോകുമ്പം അവർ നമ്മളെ ഓർത്തില്ല. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ അവർ നമ്മളെ സഹായിക്കണം. അത് നമ്മുടെ ഒരു മാനുഷികമാണ്, മനുഷ്യർ നമ്മളെ സഹായിക്കണമെന്ന് നമ്മുടെ അറിവില്ലാത്ത, നമുക്ക് ആ സ്പിരിച്വൽ മെച്യൂരിറ്റി ആ സമയങ്ങളിൽ ഇച്ചിരി കുറവായിരുന്നു. അപ്പം അവർ എന്നെ സഹായിച്ചില്ല. ഇതൊക്കെ എൻ്റെ പരാതി. ഞാൻ ആരോടും പരാതി പറയത്തില്ല, ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയും, ദൈവത്തോട് പറയും, അവരെന്നെ സഹായിച്ചില്ല, ഇവരെന്നെ സഹായിച്ചില്ല, ഇങ്ങനെ പരാതി പറയും. ആ പരാതി പറഞ്ഞ് ലാസ്റ്റ് അതൊരു കയ്പായിട്ട് ഇങ്ങനെ ഹൃദയത്തിൽ നിന്നു. ഹൃദയത്തിൽ അപ്പോൾ പിന്നെ ഒരു റിവഞ്ചായി, ഇവരുടെ മുമ്പിലൊക്കെ എനിക്കൊന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ജീവിതത്തോട് വല്ലാത്തൊരു വാശി കയറാൻ തുടങ്ങി. അപ്പം അതൊന്നും ഒരിക്കലും നമ്മൾ ലോകപ്രകാരം പറയുമ്പോൾ ആ വാശിയാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നതെന്നും, പക്ഷേ ദൈവഹിത പ്രകാരം മറ്റുള്ളവരുടെ മുൻപിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വാശി എടുക്കേണ്ടതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം. കർത്താവ് നമ്മുടെ ലൈഫിൽ ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ അതെല്ലാം നമ്മളെ ക്രിസ്തുവിൽ പണിയുകയാണെന്നുള്ളൊരു ബോധ്യത്തിൽ നമ്മൾ ഓരോരുത്തരും എത്തിച്ചേർന്നാൽ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിനെ നമുക്ക് സ്തുതിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഓസ്ട്രേലിയ വന്ന സമയത്തും എനിക്ക് എൻ്റെ ചില കസിൻസിനോടൊക്കെ വളരെയധികം മനസ്സിൽ വളരെയധികം ഞാൻ മറക്കുന്നു ക്ഷമിക്കുന്നു എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് കയ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ വചനം ഇങ്ങനെ എന്നോട് ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഒത്തിരി ശരിയാവാനുണ്ട്. ഞാനൊരു പാസ്റ്ററുടെ വൈഫാണെന്നൊക്കെ പറഞ്ഞാലും സ്പിരിച്വലി മെച്യൂരിറ്റിയിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും മറന്നു ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞാലും ആ ഹൃദയത്തിൽ ആ കയ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം യോസേഫിൻ്റെ ലൈഫ് എന്നോട് വീണ്ടും കർത്താവ് ഇടപെട്ടു. യോസേഫിന് സംഭവിച്ചതുപോലൊക്കെ നിനക്ക് സംഭവിച്ചിട്ടുണ്ടോ? കർത്താവ് എന്നോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. യോസേഫിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സേഫ് സോണിലിരുന്ന, ഒരു കംഫേർട്ട് സോണിലിരുന്ന സമയത്താണ് യോസേഫിനെ
കർത്താവ് വല്ലാത്തൊരു സ്ട്രഗിൾ സിറ്റുവേഷനിലോട്ട് കടത്തിവിടുന്നത്. അതിന് കാരണക്കാരായവരാരാ? സ്വന്തം സഹോദരന്മാരാണ് അതിന് കാരണക്കാരായവർ, അല്ലേ? അപ്പൻ ഏറ്റവും സ്നേഹിച്ചൊരു മകൻ ആ സ്നേഹത്തിൽ നിന്ന്, അതിൻ്റെ ആ ഒരു വലയത്തിൽ നിന്ന് പെട്ടെന്ന് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് കാരണക്കാരായ സഹോദരന്മാരെയും എല്ലാവരെയും അവൻ ഓർത്ത് എത്രമാത്രം കൈപ്പോടെ യോസേഫിന് തൻ്റെ ജീവിതം നയിക്കാമായിരുന്നു. പക്ഷെ യോസേഫ് ചെയ്തൊരു കാര്യം ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നു: എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി. അപ്പം ക്ഷമിക്കണമെങ്കിൽ നമ്മളെ ഉപദ്രവിച്ചവരോട്, നമ്മളെ വേദനിപ്പിച്ചവരോട്, നമ്മുടെ ജീവിതത്തിൽ മുറിവുകൾ തന്നവരോട് നമുക്ക് ക്ഷമിക്കണമെങ്കിൽ അത് കർത്താവിനാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ ആ കൃപ വേണം. അതിനാണ് നമ്മൾ ഗ്രേസ് എന്ന് പറയുന്നത്, അല്ലേ? ആ ദൈവത്തിൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിത വഴിയാത്രയിൽ നമ്മൾ ഒത്തിരി പേര് ചിലപ്പം വേദനിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ സാഹചര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് പുറകോട്ട് നോക്കുമ്പോൾ നമ്മളെ ദൈവം പണിതെടുക്കുകയായിരുന്നു. മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ ഇടപെടണം, ഒരു കഷ്ടതയിലുള്ളവരോട് നമ്മൾ എങ്ങനെ അവരെ ബഹുമാനിക്കണം, അവരെ എങ്ങനെ സ്നേഹിക്കണം, ആ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ എൻ്റെ ക്യാരക്ടറിനെ കർത്താവ് റീഫോം ചെയ്യുകയായിരുന്നു. അപ്പം യോസേഫിൻ്റെ ലൈഫിലും അത്രയും നല്ല പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയൊക്കെയും കടന്നു പോയപ്പോഴും യോസേഫ് പറയാണ്, എൻ്റെ കർത്താവ് അതെല്ലാം എന്നെ മറക്കുമാറാക്കി. എല്ലാ കഷ്ടതയും കർത്താവിനെ മറക്കുമാറാക്കി, എല്ലാ വേദനയും കർത്താവിനെ മറക്കുമാറാക്കി, എൻ്റെ പിതൃഭവനം ഒക്കെ എന്നെ മറക്കുമാറാക്കി എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പറയാറില്ലേ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിത വഴിയാത്രയിൽ വന്നു നോക്കി നമ്മൾ ഓർക്കണം, ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. പക്ഷെ എന്ത് ഓർക്കണം എന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നതെന്നറിയാവോ? നമ്മൾക്ക് കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുക. അതല്ലേ സങ്കീർത്തനക്കാരൻ പറയുന്നേ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. അപ്പം എന്ത് മറക്കണം? ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. മറ്റുള്ളവർ ദ്രോഹിച്ചത്, മറ്റുള്ളവർ നമ്മളെ മുറിവേൽപ്പിച്ചത്, മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ചത്, ജീവിത വഴിയാത്രയിൽ ഇങ്ങനെയുള്ള നമ്മുടെ മുൻപോട്ടുള്ള പാതയിൽ നമുക്ക് തടസ്സം സൃഷ്ടിച്ച ചില തടങ്കൽ പാറകൾ, അങ്ങനെയുള്ളതെല്ലാം നമ്മൾ മറക്കുക. അത് നമ്മൾ മറക്കുകയും ദൈവം ചെയ്ത ഉപകാരങ്ങൾ നമ്മൾ ഓർക്കുകയും ചെയ്താൽ നെക്സ്റ്റ് മകന് പേരിടുന്നത് എന്താണെന്നറിയാവോ? സങ്കടദേശത്ത് കർത്താവിനെ വർദ്ധിപ്പിച്ചു. അപ്പം നമുക്ക് ആർക്കെങ്കിലും ഇവിടെ ഫ്രൂട്ട്ഫുൾ ആകണം. നമ്മൾ എല്ലാവരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ബി ഫ്രൂട്ട്ഫുൾ. നമ്മളെല്ലാവരും വർധനവിൽ, ആ പ്രോസ്പെരിറ്റിയിലേക്ക് നമ്മുടെ എല്ലാ മേഖലയിലും നമ്മൾ പ്രോസ്പർ ആകാനാണ് കർത്താവ് നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പം ആ പ്രോസ്പർ ആകാനുള്ള ഒരു സീക്രറ്റ് ഫസ്റ്റ് യോസേഫ് പറയാണ്, നിന്റെ കഷ്ടത നീ മറക്കണം, നിന്നെ ഉപദ്രവിച്ചവരെ നീ മറക്കണം, നിന്റെ ജീവിതയാത്രയിൽ നിന്നെ വേദനിപ്പിച്ചവരെ നീ മറക്കണം. മറന്നാൽ ദൈവം നിനക്കൊരു വർധനവ് തരും. യോസേഫിൻ്റെ ലൈഫ് അതല്ലേ നമുക്ക് കാണിച്ചു തരുന്നത്? സ്വന്തം സഹോദരന്മാർ മുൻപിൽ വന്ന് നിന്നപ്പോൾ പ്രതികാരം ചെയ്യാനുള്ള പോസ്റ്റിലാണ് യോസേഫ് നിൽക്കുന്നത്. പക്ഷെ യോസേഫ് അത് ചെയ്തില്ല. യോസേഫ് എന്ത് ചെയ്തു? അവരോട് അവർക്ക് ആശ്വാസം കൊടുക്കുക ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. വളരെ ഡിഫിക്കൽട്ടാണ്. എന്നെ ഉപദ്രവിച്ചവർ എൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഞാനൊരു ഹയസ്റ്റ് പൊസിഷനിലാണെങ്കിൽ എൻ്റെ മനസ്സൊരു, നീയൊക്കെ എൻ്റെ മുമ്പിൽ തന്നെ വന്നല്ലോ, അല്ലേ? അതേ പറയത്തുള്ളൂ. ബിക്കോസ് നമ്മളെല്ലാവരും, ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, നമ്മളാരും എന്താ പറയുക, പെർഫെക്റ്റ് അല്ല, 100% പെർഫെക്റ്റ് അല്ല. നമ്മളെല്ലാം ഇംപെർഫെക്റ്റ് പീപ്പിളാണ്, അല്ലേ? നമ്മളൊരു പെർഫെക്ഷനിലേക്കുള്ള ജീവിത വഴിയാത്രയിലാണ് നമ്മളെല്ലാവരും. അപ്പം അങ്ങനെ ഉപദ്രവിച്ചൊരു വ്യക്തി, അത് ചെറിയ ഉപദ്രവമൊന്നും അല്ല അവർ ചെയ്തത്, അല്ലേ? പിതാവിൻ്റെ വലിയൊരു സ്നേഹത്തെ അതിന് തിരിച്ചു കിട്ടുമോ യോസേഫിന്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പിതാവിൻ്റെ കൂടെ ഇനി ഒരിക്കലും അവന് തിരിച്ചു കിട്ടത്തില്ല. ആ അധ്യായം കഴിഞ്ഞു. പിതാവിൻ്റെ കൂടെ വാത്സല്യത്തോടെ കഴിയേണ്ട നല്ലൊരു സമയങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഇന്നലെ ദേവദാസൻ പറഞ്ഞതുപോലെ ആ മുറിവ് അതുപോലെ തന്നെയുണ്ട്, അല്ലേ? പിതാവിൻ്റെ പ്രിയപ്പെട്ട മകൻ. അപ്പം എൻ്റെ ജീവിതം നശിപ്പിച്ചു. എൻ്റെ പിതാവിനോട് കൂടെ ഞാൻ സന്തോഷിച്ച് ആനന്ദിക്കേണ്ട സമയങ്ങളാണ് ആ ചേട്ടന്മാർ. അത് സ്വന്തം സഹോദരന്മാരാണെന്ന് ഓർക്കണം, രക്തബന്ധങ്ങൾ, അല്ലേ? അതൊന്നും ഇനി ഒരിക്കലും യോസേഫിന് തിരിച്ചു കിട്ടത്തില്ല. അത് കറക്റ്റ്, അത് റിയാലിറ്റി അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ നമ്മുടെ വേദനിപ്പിച്ചപ്പോൾ ചിലപ്പോൾ നമ്മുടെ സീസണുകൾ, നല്ല സീസണുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. നമ്മുടെ എഡ്യൂക്കേഷൻ നമുക്ക് ബ്രേക്ക് ആയിട്ടുണ്ടായിരിക്കാം. ഒത്തിരി ഫൈനാൻഷ്യൽ സ്ട്രഗിൾസിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ടായിരിക്കാം. അതൊന്നും ഒരു പക്ഷേ ഇനി നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ദുഃഖങ്ങളായിരുന്നിരിക്കാം. പക്ഷേ കർത്താവ് നമുക്ക് ഉറപ്പ് തരുന്നു, നിന്റെ കയ്പ്, നിന്റെ വേദന, നിന്നെ ഉപദ്രവിച്ച പാഠങ്ങൾ, ഇതെല്ലാം നീ മറക്കുകയാണെങ്കിൽ നിങ്ങളെ ഈ ദേശത്ത്, എന്നെ ഈ ദേശത്ത് കർത്താവ് ആഗ്രഹിക്കുന്ന വർധനവിലേക്ക് ദൈവം നമ്മളെ നയിക്കും. അതല്ലേ പൗലോസും പുതിയ നിയമത്തിലും പറയുന്നത്, അല്ലേ? പിൻപിലുള്ളതിനെ ഞാൻ മറക്കുകയാണ്. പിൻപിൽ ഒരുപാട് ഓർക്കാൻ പൗലോസിനുണ്ട്. പിൻപിൽ ഒരുപാട് ഉപദ്രവിച്ചവരുണ്ട്. പിൻപിൽ അവൻ്റെ ആ ശുശ്രൂഷയ്ക്ക് എന്താ പറയുക, തടങ്കൽ പാറകളായി നിന്നവരുണ്ട്. അതുകൊണ്ട് പറയാണ്, എനിക്കറിയാം ആ ഫിലിപ്പിയറിൽ അത് എഴുതിയേക്കുന്നത്, അല്ലേ? ആ കാരാഗ്രഹത്തിൽ അല്ലെങ്കിൽ വീട്ടു തടങ്കലിൽ ആ പൗലോസ് ആയിരിക്കുന്ന സമയത്ത് എഴുതിയൊരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ, ഉപദ്രവങ്ങൾ, പട്ടിണികൾ എല്ലാം ഞാൻ അനുഭവിച്ചു. പക്ഷെ അതിനെയൊക്കെ തിരിഞ്ഞു നോക്കി ഇനി സങ്കടപ്പെട്ടിരിക്കാൻ എനിക്ക് സമയമില്ല. നമ്മളിപ്പോൾ കേട്ടതുപോലെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള യാത്രയിൽ, നമ്മുടെ ജീവിത വഴിയാത്രകളിൽ
പിൻപിലേക്ക് നമ്മളെ പിടിച്ച് മാറ്റുന്ന പല കാര്യങ്ങളും നമ്മുടെ ഈ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ കർത്താവ് പറയണം, ഫോർഗെറ്റ്, മറന്നേക്കുക, ക്ഷമിച്ചേക്കുക. പക്ഷെ അതിന് വേണം, ദൈവമാണ് അതിന് നമുക്ക് കരുത്ത് നൽകേണ്ടത്. നമ്മുടെ ഈ മാനുഷിക ബുദ്ധിയിൽ നമുക്ക് ഒരിക്കലും അത് സാധിക്കത്തില്ല. ആ മുറിവുകളിലൂടെ, വേദനകളിലൂടെ ആരെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം പറയാനായിട്ട് പറ്റും. ആ മുറിവുകളും വേദനയും ഞാൻ എപ്പോൾ പൂർണ്ണമായിട്ട് മറന്ന് പൂർണ്ണമായിട്ട് അവരോട് ക്ഷമിച്ചോ, അതുമുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാത്ത ആത്മീക തലങ്ങൾ കർത്താവ് എനിക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് തുടങ്ങി. അതുവരെ ഞാൻ ചർച്ചിൽ പോകുന്നുണ്ട്, ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ചർച്ചിൽ പോകുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്നവരാണ്. പക്ഷേ എനിക്ക് ദൈവം അതുവരെ കാണിക്കാത്ത വലിയ കാഴ്ചപ്പാടുകളിലേക്ക്, വെളിപ്പാടുകളിലേക്ക് ദൈവം നയിക്കാനായിട്ട് തുടങ്ങി. അപ്പം നമ്മുടെ വേദനകളും നമ്മുടെ കഷ്ടതകളും നമ്മുടെ പ്രതിസന്ധികളും മറന്ന് കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുവാനായിട്ട് തുടങ്ങിയാൽ ജീവിത വഴിയാത്രയിൽ മുൻപിലേക്കുള്ള ഗമനങ്ങളുടെ മേൽ ഒരു വലിയ വർധനവിനെ കർത്താവ് നമുക്ക് എല്ലാവർക്കും തരും. യെശയ്യാ പ്രവചനത്തിൽ പറയുന്നത് പോലെ, മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കേണ്ട, ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയതൊന്നു ചെയ്യുന്നു. എൻ്റെ മാതാവ് എനിക്ക് കാണിച്ചു തന്നൊരു പാത. എൻ്റെ മാതാവ് പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. 54 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വർഷം 2024 ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. പക്ഷെ എൻ്റെ മാതാവിൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ, ഞങ്ങൾക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി പൈസ ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ മാതാവിൻ്റെ ജീവിതം എൻ്റെ മുൻപിൽ ഇപ്പോഴും നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത്, മാതാവ് എനിക്ക് വേണ്ടി ഒഴുക്കിയ, എന്നെക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ്. ഇവിടെ ഒരുപാട് മാതാപിതാക്കളുണ്ടല്ലോ, ഇൻക്ലൂഡിങ് മീ. നമ്മളെല്ലാവർക്കും നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഡെപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എഡ്യൂക്കേഷൻ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്, അതെല്ലാം നല്ലതാണ്. പക്ഷെ അതിനേക്കാൾ ഏറ്റവും നമ്മുടെ കണ്ണുനീർ, നമ്മുടെ പ്രാർത്ഥന അവർക്കൊരു ഡെപ്പോസിറ്റ് ആയിരിക്കും. ജീവിതത്തിൽ ഏതു വഴിയാത്രയിലും അവർ നമ്മൾ അറിയാത്ത മേഖലകളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ അവരെ രക്ഷിക്കണമെന്നില്ല. അവർക്ക് നമ്മൾ കൊടുക്കുന്ന മറ്റൊന്നും, ഈ ഭൂമിയിൽ അവർക്ക് നൽകുന്ന മറ്റൊരു സോഴ്സിനും അവരെ രക്ഷിപ്പാനായിട്ട് കഴിയാത്ത അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ വന്നേക്കാം. എന്നാൽ നമ്മൾ ഓരോരുത്തരും അവർക്ക് വേണ്ടി ഒഴുക്കുന്ന ഓരോ കണ്ണുനീരുകളും ആ തുരുത്തിയിലാക്കി വെച്ച് അവരുടെ ലൈഫിനെ മാറ്റുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. അപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും, എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ എൻ്റെ മാതാവിനെ ഓർക്കുന്നത് ആ പ്രാർത്ഥന. എൻ്റെ മാതാവ് എനിക്ക് എത്ര ഡ്രസ്സ് മേടിച്ചു തന്നു, എനിക്ക് വേണ്ടി എത്ര എഡ്യൂക്കേഷന് പൈസ ചിലവാക്കി, അതൊന്നും എനിക്ക് ഓർമ്മയില്ല എത്രമാത്രം ഉണ്ടെന്ന്. പക്ഷേ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന. നാളെ നമ്മുടെ ഓരോ മക്കളും ഇങ്ങനെ ഒരു സാഹചര്യം അവർക്ക് കിട്ടിയാൽ പറയുമോ, എൻ്റെ മാതാവ് കരയുന്ന വ്യക്തിയായിരുന്നു, എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു, മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന വ്യക്തിയായിരുന്നു, മറ്റുള്ളവരെ നന്നായിട്ട് അംഗീകരിക്കുന്ന, മറ്റുള്ളവരുടെ കുറവുകൾ പറയാത്ത, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ വെളിപ്പെടുത്താത്ത, എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മളെപ്പറ്റി നമ്മുടെ മക്കൾ സാക്ഷ്യം പറയുമോ? ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടെ പ്രബോധിപ്പിക്കുന്നു, ജീവിത വഴിയാത്രകളിൽ വീണ്ടും അധികമായി വർധനവ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. കർത്താവ് പറഞ്ഞത് അതേപോലെ അനുസരിക്കുക. ദൈവത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും കീഴടങ്ങുക. വീണ്ടും കർത്താവ് മുൻപിൽ നമ്മുടെ എല്ലാ ശുശ്രൂഷകളും നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇത്രയും സമയം ഒരുക്കി തന്ന പ്രിയ ദൈവദാസന്, സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.